ഇസ്രയേൽ ഇത്രയും കാലം ആക്രമിച്ചിരുന്നത് ഹമാസിനെ ആയിരുന്നു. അപ്പോൾ മുസ്ലിം തീവ്രവാദ കേന്ദ്രങ്ങളടക്കമായിരുന്നു ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ ഒരു ചർച്ചിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതായത് ഒരു വംശീയമായ കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? തീർച്ചയായിട്ടും ഇത് ഈ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന കാര്യത്തിൽ ലോകമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതുമാണ്. കാരണം ലോകത്ത് വംശീയത പതുക്കെ സൈഡാക്കി നിർത്തുകയും വർഗീയത, സാമുദായികത ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതിന് അന്താരാഷ്ട്ര മാനമുണ്ട് ഈ ഇസ്ലാമോഫോബിയയുടെ ഒരു കാലത്ത്. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദം ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ ഭീഷണിയായി തീരുകയും ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും അതിന് അടിസ്ഥാന കാരണങ്ങളുണ്ടായി. കാരണം അമേരിക്കയെ ആക്രമിക്കാൻ, പെൻറ്റഗണെ ഉൾപ്പെടെ ആക്രമിക്കാൻ ബിൻ ലാദനൊക്കെ വന്നതിനെ തുടർന്നുണ്ടായ കഴിഞ്ഞ ദശകങ്ങളിലുണ്ടായ ഒരു മൂവ്മെൻ്റാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഫലസ്തീൻ ഇഷ്യൂവിനെയും നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ജൂതരാജ്യം, അപ്പുറത്ത് ഫലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യം. അപ്പോൾ ജൂതായിസവും ഇസ്ലാമും തമ്മിലുള്ള ഒരു പോരായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരുന്നത്. ഇന്നത്തെ ഒരു ഡെവലപ്മെൻറ്റ് വളരെ നിർണായകമാണ്. അത് ഒരു വലിയ ഐ ഓപ്പണറാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഫലസ്തീൻ ഇഷ്യൂവിൻ്റെ യഥാർത്ഥ അടിത്തറ എന്താണെന്ന് കാണാനുള്ള ഒരു നല്ല സന്ദർഭം കൂടിയാണിത്. സത്യത്തിൽ ഫലസ്തീൻ ഇഷ്യൂ വംശീയമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഒരിക്കലും തന്നെ വർഗീയമല്ല, അല്ലെങ്കിൽ സാമുദായികമല്ല. അതിൻ്റെ കാരണം ഈ ഫലസ്തീൻ പ്രദേശത്താണ് 3 സെമിറ്റിക് മതങ്ങളുടെയും ജന്മഭൂമി. ആദ്യത്തെ സെമിറ്റിക് മതം ജൂതായിസമാണ്. അവരുടെ പ്രവാചകൻ മോസസ് ആണ്. മോസസിൻ്റെ ജന്മനാടാണ് ഫലസ്തീൻ. ഒന്ന്. രണ്ടാമത്തെ സെമിറ്റിക് മതം ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രവാചകൻ യേശുവാണ്. യേശുവിൻ്റെ ജന്മസ്ഥലമാണ് ഫലസ്തീൻ. മൂന്നാമത്തെ ഈ സെമിറ്റിക് മതമാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് നേരിട്ട് ജന്മസ്ഥലമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ, വിശ്വാസപരമായ, വൈകാരികമായ ഒരു കേന്ദ്രമാണ് ഈ ജെറൂസലേമിലെ പള്ളി. കാരണം ഒന്ന്, അദ്ദേഹത്തെ ദൈവം നേരിട്ട് വിളിച്ചു. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അദ്ദേഹത്തെ ദൈവം നേരിട്ട് അതിഥിയായി ക്ഷണിച്ചു. ആകാശലോകത്ത് സ്വർഗം കാണാൻ, നരകം കാണാൻ, പരലോകം കാണാൻ ഒക്കെ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്ര അദ്ദേഹം തുടങ്ങുന്നത് മക്കയിൽ നിന്നല്ല. മക്കയിൽ നിന്ന് വന്ന് അദ്ദേഹം തുടങ്ങുന്നത് ഈ ജെറൂസലേമിലെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വിശ്വാസം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ആദ്യകാലത്ത് നിസ്കരിച്ചിരുന്നത് ഈ ജെറൂസലേമിലെ പള്ളിയിലേക്ക് തിരിഞ്ഞാണ്. ഇപ്പൊ കഅബയിൽ പിന്നീട് വന്നതാണ്. ഇപ്പൊ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് പോലെ, കഅബ ലക്ഷ്യമാക്കി മുഖം തിരിക്കുന്നത് പോലെ ആദ്യകാലത്ത് ജെറൂസലേമിലെ പള്ളിയായിരുന്നു. അതുകൊണ്ട് വിശ്വാസപരമായി മുസ്ലിങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. ഈ 1920 നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു ഡെവലപ്മെൻ്റാണ് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ഈ ഫലസ്തീൻ എന്ന പ്രദേശം തുർക്കി സുൽത്താൻ്റെ കയ്യിലാണ്. ആ തുർക്കി സുൽത്താനെ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. എന്നിട്ട് തുർക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ഫലസ്തീൻ പ്രദേശം ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അവർ കൊണ്ടുവന്ന ഒരു പുതിയ ഫോർമുലയാണ് പിന്നെ വർക്കൗട്ട് ആവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 3 സെമിറ്റിക് മതങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട നാടാണിത്. എന്നാൽ ഇതിൽ ഈ രണ്ടാമത്തെ സെമിറ്റിക് മതം ക്രിസ്ത്യാനിറ്റിയാണ്. ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻ ഭരണകൂടം എന്ന് പറയാം. അവരുടെ മഹാറാണിയാണ് ഭരിക്കുന്നതെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഒരു ദൈവം തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റിയാണ്. പക്ഷെ അവർ സ്വീകരിച്ചൊരു നിലപാട്, ഈ ക്രിസ്ത്യാനിറ്റിക്ക് അവരുടെ യേശുവിൻ്റെ ജന്മനാട് മാത്രമല്ല ഫലസ്തീൻ, യേശുവിനെ കൊന്ന നാട് കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ശപിക്കപ്പെട്ട നാടാണ്. ആ നാടിൻ്റെ പങ്ക് ഞങ്ങൾക്ക് വേണ്ട. മറ്റ് രണ്ട് സെമിറ്റിക് മതങ്ങൾ സമാധാനത്തോടെ കഴിയാൻ ഞങ്ങൾ മുൻകൈയെടുക്കാം. അങ്ങനെയാണ് 20കളിൽ ഒരു ഫോർമുല വന്നത്. ജോർഡാൻ നദിക്ക് പടിഞ്ഞാറൊക്കെ ഫലസ്തീനും കിഴക്കൊക്കെ ഇസ്രായേലും. അപ്പോൾ ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ, ജൂതന്മാർ ആവേശപൂർവ്വം വന്ന് അവിടെ താമസമാക്കി. ഫലസ്തീനികൾ പണ്ട് വിട്ടുപോയവരൊക്കെ വന്ന് അവരും താമസമാക്കി. അതിൽ ഈ ഫലസ്തീനികൾ എന്ന് പറയുന്ന അറബ് വംശക്കാരാണ്. യഥാർത്ഥത്തിൽ അത് മതമായിരുന്നില്ല അതിൻ്റെ അടിത്തറ. ജൂതവംശവും മീൻസ് ഇസ്രായേല്യരും അറബ്സുമാണ്. എന്ന് പറഞ്ഞാൽ അറബ് വംശം എന്ന് പറഞ്ഞാൽ 2 മതക്കാരാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. പക്ഷേ ക്രിസ്ത്യാനികൾ വലിയ ആവേശപൂർവ്വം ചെന്നിട്ട് അവിടെ താമസിക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം അവർക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനും രാഷ്ട്രങ്ങളായിട്ടും ഒക്കെ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അവരവിടെ പ്രത്യേക താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് അവർ ന്യൂനപക്ഷമായി തീർന്നു.
മുസ്ലിങ്ങൾ വലിയ വൈകാരികമായ ആവേശത്തോടെ അവിടെ തന്നെ തുടരാനും അവിടെ വന്ന് പാർക്കാനും തയ്യാറായി. അപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായി എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് മതപരമല്ല, വംശീയമാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി അവിടുത്തെ ഗവൺമെൻറ്റുകളിലും പലസ്തീൻ ഗവൺമെൻറ്റിൽ എപ്പോഴും ക്രിസ്ത്യാനികൾ ഉണ്ടാവാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചിത്രം അറിയാലോ. 1920 ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഫോർമുല 48 ആയപ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. അവർ പറയുന്നത് ജോർഡാൻ റിവറിനെ ഒരു അതിരാക്കിയെടുക്കുക, അപ്പുറവും ഇപ്പുറവും 2 രാജ്യങ്ങളാക്കുക. ഒന്ന് ഇസ്രായേലും ഒന്ന് പലസ്തീനും. ഇസ്രായേൽ അത് ഉടനെ അംഗീകരിച്ചു. കാരണം അവർക്ക് പണ്ടേ സ്വീകാര്യമാണ് ആ ഫോർമുല. അപ്പുറത്ത് അറബ് വംശക്കാർ അംഗീകരിച്ചില്ല, പലസ്തീൻ ഉണ്ടായില്ല. അതുകൊണ്ട് അപ്പോൾ അന്ന് കാണിച്ച ഒരു തെറ്റായ നിലപാടാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേൽ രാജ്യം അവർ സ്വയം രാജ്യമായി തീർന്നു, അവരെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. അതിനോടുള്ള വിരോധം കൊണ്ട് ഇസ്രായേലിനെ അറബ് രാഷ്ട്രങ്ങൾ ആക്രമിച്ചു 48. പിന്നെ തുടർച്ചയായി ആക്രമിക്കുകയും തോൽക്കുകയും ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇസ്രായേലിന് ഇനി പിന്നോട്ട് പോകാനാവില്ല. കാരണം ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിലെ ശക്തമായ രാജ്യമായി കഴിഞ്ഞു. അവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന തീവ്രവാദ പ്രവർത്തനം മാത്രമാണ് അപ്പുറത്ത് നടക്കുന്നത്. അവിടെ ഒരു രാജ്യം ഉണ്ടാകുന്നില്ല, അവർക്ക് അതിരില്ല, അവർക്ക് സേനയില്ല, അവർക്ക് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ദുർബലമായി തീരുകയും ഇവർ ശക്തി ആർജിക്കുകയും ചെയ്തു. പണ്ട് അവരെ ആക്രമിച്ചിരുന്ന അറബ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഇന്ത്യ പോലും ആയുധങ്ങൾക്ക് ആശ്രയിക്കുന്നത് രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ ശക്തിപ്പെട്ടു. അതുകൊണ്ട് ഇനി ഇസ്രായേലിന് പൊറുക്കാനാവില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഇതാണ്. 48 ഫോർമുല അംഗീകരിക്കാതിരുന്നത് ഞങ്ങളല്ല, ഫലസ്തീനാണ്, അറബികളാണ്. ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല. ഇനി നിങ്ങളത് പറഞ്ഞു വരണ്ട. ജോർഡാൻ റിവർ ഞങ്ങളുടെ അതിരെയല്ല, ഞങ്ങൾ അതിനപ്പുറത്തുള്ള പ്രദേശവും. അപ്പുറത്ത് പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ, ഒന്ന് വെസ്റ്റ് ബാങ്ക് ആണ്, മറ്റത് ഗസയാണ്. വെസ്റ്റ് ബാങ്കിൽ സമാധാന പ്രേമികളാണ് കൂടുതൽ, എന്നുവെച്ചാൽ അൽഫത്തഹുകാരാണ്. എങ്കിലും അവിടെ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി പാർപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ജനസംഖ്യയെ അത് ബാധിക്കാൻ വേണ്ടിയിട്ട്. അത് ഒന്ന്. മറുഭാഗത്ത് ഗസയിൽ ഈ ഇസ്രായേൽ വംശത്തെ കൊണ്ടുപോയി പാർപ്പിക്കുക മാത്രമല്ല, അവിടെ സമാധാനക്കേടുണ്ടാക്കുന്ന ഈ തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ ജനക്കൂട്ടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ തുരത്താൻ വേണ്ടിയിട്ട് ആ നാടും നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹമാസ് തീവ്രവാദികളെയും അവർ ഒളിച്ചിരുന്ന ആശുപത്രികൾ, നഗരങ്ങൾ ഒക്കെ തകർത്ത് അതിനെ ഒരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ് അമേരിക്കൻ അജണ്ട. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പിന്നെ അവശേഷിക്കുന്നത്, ഇതുവരെ കാര്യമായ പോറലൊന്നും ഇല്ലാതെ നിന്നത് ക്രിസ്ത്യൻ ചർച്ചും അവിടുത്തെ ക്രിസ്ത്യൻ ജനതയുമാണ്. ഇപ്പോൾ അവരുടെ നേരെയും ആക്രമണം നടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ അധിവസിക്കുന്ന ക്രിസ്ത്യാനികളും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അത് സാമുദായികമല്ല, മതപരമല്ല, ആ പോരാട്ടം വംശീയമാണ്. ഇനി ഇതുണ്ടാക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഓർത്തു നോക്കൂ. ഈ ഫലസ്തീൻ പൊളിറ്റിക്സിൽ ഇടപെടുന്നവരാണ് കേരളത്തിൽ പ്രത്യേകിച്ച് 2 കൂട്ടർ. മറ്റ് ലോകരാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പോണ്ട. കേരളത്തിൽ ഇടതുപക്ഷം ഫലസ്തീനികളെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഹമാസിനെ പോലും പിന്തുണക്കുന്നു, ഇന്തിഫാദയെ പിന്തുണക്കുന്നു. എന്ന് പറഞ്ഞ അർത്ഥം മുസ്ലിങ്ങളുടെ കൂടെ നിന്നാൽ അവർക്ക് വോട്ടുണ്ട്, അപ്പുറത്ത് ഇസ്രായേലിന്റെ കൂടെ നിന്നാൽ ജൂതന്മാർക്ക് ഇവിടെ വോട്ടില്ല. ആ പൊളിറ്റിക്സ് ആണ്, ആൾക്കൂട്ട രാഷ്ട്രീയമാണ് കളിച്ചത്. മറുഭാഗത്ത് കാസ പോലുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവര് ഇസ്രായേലിന്റെ പക്ഷത്ത് പരസ്യമായി നിന്നു, മറുപക്ഷത്ത്. അതിന്റെ ഗുണം എന്താ? അത് മുസ്ലിം വിരുദ്ധമാണ് എന്നതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് അവർക്ക് അനുകൂലമായിട്ട് മുസ്ലിം വിരുദ്ധമായി വരാം. ആ ചിത്രം അട്ടിമറിയാണ്. ഇന്നിപ്പോ ഇസ്രായേലിന്റെ ശത്രു പട്ടികയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും കൂടി വരികയാണ്. എന്ന് പറഞ്ഞാൽ അത് മതപരമല്ല, വംശീയമാണ് എന്ന് വരികയാണ്. അങ്ങനെയാകുമ്പോൾ കാസ എടുത്ത നിലപാടും പുനഃപരിശോധിക്കേണ്ടി വരും. ഇതാണ് ഇതിന്റെ 2 രാഷ്ട്രീയ ബലം. ഇപ്പൊ ഇന്ന് ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. പക്ഷേ ദേശാഭിമാനി വായിക്കുന്നവർ ഒരു നിമിഷം നേരം ആലോചിക്കണം, ഇത്രയും കാലം ഇസ്രായേലും ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നാം മാറേണ്ടി വരും. ഇന്നു മുതൽ ഇസ്രായേൽ ക്രിസ്ത്യാനിയുടെ കൂടി ശത്രുവാണല്ലോ എന്ന പുതിയ രാഷ്ട്രീയ ബോധത്തിലേക്ക് അവർക്കും ഉണരേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വാർത്ത വലിയ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഐ ഓപ്പണറാണ്. കാണേണ്ടവർ കാണട്ടെ. പുതിയ രാഷ്ട്രീയ അവബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ വിദ്യാർത്ഥികളും വളരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.